Hi friends, welcome to my YouTube channel H Media. 3ds Max Beginner to Advanced ട്യൂട്ടോറിയൽസിൻ്റെ 65th ലെസനാണിത്. ഈ ലെസണിലൂടെ UV ടൂൾസ് എന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ടെക്സ്ചറിങ് ചെയ്യുന്നത് വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇൻറ്റീരിയർ ആർക്കിടെക്ചർ സീനുകളിൽ ടെക്സ്ചറിങ് ചെയ്യുന്നതിനായി അൺറാപ്പിംഗ് ചെയ്യാറുണ്ട്. അൺറാപ്പിംഗ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതെല്ലാം നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായി നമ്മൾ ഈ ഒരു ഹെഡ് ബോർഡ് ഡിസൈനിൽ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വുഡ് ടെക്സ്ചറിനെയാണ് ഈ ഒരു UV ടൂൾസ് എന്ന സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു ടെക്സ്ചർ ഒരേ ഡയറക്ഷനിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്ചറിനെ റാൻഡമായി പ്ലേസ് ചെയ്യാം. നമുക്ക് ഈ ഒരു UV ടൂൾസിന്റെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ടൂൾസ് എടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ആഡ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിലേക്ക് അൺറാപ്പ് എന്ന മോഡിഫയർ ആഡ് ആവുന്നതാണ്. ഇനി നമുക്കിതിൽ ട്വീക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മാപ്പിനെ വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും പ്ലേസ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ട്വീക്ക് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുകയാണ്. അതിനുശേഷം ഓരോ പോളിഗണിലെയും ടെക്സ്ചറിനെ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിതുപോലെ പ്ലേസ് ചെയ്യാം. ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് 90 ഡിഗ്രി റൊട്ടേറ്റ് ആയി ലഭിക്കുന്നതാണ്. ഇതുപോലെ ഈസിയായി വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും ഈ ഒരു മാപ്പിനെ നമുക്ക് പ്ലേസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു അറേഞ്ച് എന്ന ഈ ഒരു ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്ചേഴ്സിനെ റാൻഡമായി പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിതിലെ ഒരു മാപ്പിനെ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ട്വീക്ക് ഓൺ ചെയ്തതിന് ശേഷം കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ആംഗിളായി നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസിയായി ഒരു ബുക്ക് മാച്ച്ഡ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു ചെയറിലെ ഈ ഒരു ടെക്സ്ചറിനെ നമുക്ക് UV ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ചെയറിന്റെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു UV ടൂൾസിൽ ആഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഒരു അൺറാപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ ആഡ് ആയിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ട്വീക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യാം. ഇനി നമുക്ക് വേണ്ട രീതിയിൽ ഈ ഒരു ചെയറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു ടെക്സ്ചർ ഇതുപോലെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളതായി കാണാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ടെക്സ്ചർ ഈ ഫ്രണ്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു ടെക്സ്ചറുമായി ബാക്ക് ഭാഗം ഇവിടെ മാച്ച് ചെയ്യുന്നില്ല എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള സന്ദർഭങ്ങളാണ് അൺറാപ്പിംഗ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ ഇതിൽ ട്വീക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് ഈ ഒരു ടെക്സ്ചറിനെ ഇതുപോലെ മൂവ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴും ഈ ഒരു മാപ്പ് ഇവിടെ മാച്ച് ചെയ്യുന്നില്ല എന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഒരു ഏരിയാസിനെ തമ്മിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഈ മാപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിൽ ഇവിടെ ഈ ഒരു സീം ലൈൻ ഇവിടെ കാണാവുന്നതാണ്. ഈ രണ്ട് ഏരിയയിലെയും ഈ ഒരു സീമിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാപ്പിന്റെ ഈ ഒരു പ്രോബ്ലം ഇവിടെ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു UV ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. അതിനായി നമ്മൾ ഈ ഒരു പോളിഗൺ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു. ഏത് ഏരിയയിലാണോ നമ്മൾ ഈ ഒരു മാപ്പിനെ കറക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ഏരിയയിലെ മാപ്പ് സെലക്ട് ചെയ്യുക. അതിനടുത്തുള്ള പോളിഗൺ കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു സ്റ്റിച്ച് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാപ്പ് ഇവിടെ ഫിക്സ് ആവുന്നതാണ്. നമുക്ക് ഈ ഒരു മാപ്പ് ഇവിടെ ഇതുപോലെ ഫിക്സ് ആയതായി കാണാൻ സാധിക്കുന്നതാണ്.
അടുത്തായി നമുക്ക് ഈ ഒരു പാറ്റേണിൻ്റെ സ്കെയിൽ റെഡ്യൂസ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിൽ ഇവിടെ ഈ ഒരു സ്കെയിലിൽ വാല്യൂ റെഡ്യൂസ് ചെയ്തുകൊണ്ട് സ്കെയിൽ ചെയ്യാവുന്നതാണ്. ഇതുപോലെ മാപ്പിംഗ് ചെയ്യുന്ന ഏത് കാര്യവും നമുക്ക് വളരെ ഈസിയായി ഈ ഒരു UV ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലിലേക്കും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊരു പെയ്ഡ് സ്ക്രിപ്റ്റ് ആണ്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ഈ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.